വോട്ടിംഗ് മെഷീന്റെ മുൻപിൽ പോയി കണ്ണടച്ചു നിന്നാൽ പോലും അറിയാതെ വിരൽ പോയി അമരും കൈപ്പത്തിയിലെന്ന് പറയാൻ ഓരോ ലീഗുകാരനും കഴിയും. തവണ മുക്കോളി വന്നപ്പോഴും ചിലയിടങ്ങളിൽ അസ്വാരസ്യമുണ്ടായപ്പോ ഞാനൊരു മുദ്രാവാക്യം വിളിച്ചു. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ KSP തങ്ങളെ അടുത്തു നിർത്തിയിട്ട് ചിലരൊക്കെ ഞങ്ങളോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, അതിനടിയിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, സമതേ തങ്ങളുണ്ട് കൂടെ ഒന്ന് വിളിച്ചുകൂടെ എന്ന്. ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് ഞങ്ങൾ ഉറക്കെ വിളിക്കുകയാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാകും. ഞങ്ങളിങ്ങനെ പരസ്പരം മുട്ടിയിട്ട് അതിൽ നിന്ന് രക്തം കുടിക്കാമെന്ന് കാത്തു നിൽക്കുന്ന പലരും ഉണ്ടാകും. നിരാശപ്പെടേണ്ടി വരും. ഞങ്ങൾ വളരെ ഇവിടെ റിയാസിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് പലയിടത്തും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങളാരും അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ സ്വയം തരിക്കുന്നവരല്ല. എനിക്ക് കൃത്യമായൊരു രാഷ്ട്രീയ ബോധ്യമുണ്ട്. ആ രാഷ്ട്രീയ ബോധ്യം എന്നെ പഠിപ്പിച്ചത് എൻ്റെ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന അച്ചടക്കം എന്നെ പഠിപ്പിച്ചത് എൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടി പറയുന്നതിനപ്പുറത്ത് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഒരു കാലത്തും ഞങ്ങളാരും നിന്നിട്ടില്ല. അറിയേണ്ട ഒരു കാര്യം കൂടി പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാർട്ടിയുടെ ചിഹ്നമായ കോണിക്കോട്ട് ചെയ്തതിനേക്കാൾ വോട്ട് ചെയ്തത് സന്തോഷത്തോടെ കൈ അടയാളത്തിനാണ്. അതുകൊണ്ട് അത് ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാവരും നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രമേൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. നിങ്ങൾക്കറിയാം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിലധികം ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നിട്ട് പോലും 27 സീറ്റിനപ്പുറത്ത് ചോദിക്കാതിരുന്ന അന്തസ് കാണിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗുകാർ, ഞാൻ ഉറച്ചു പറയുന്നു, ഏത് കൊടുങ്കാറ്റ് വന്നാലും തോൽക്കുമെന്ന് ഭയന്നാലും നമ്മുടെ രാഷ്ട്രീയം അവസാനിച്ചു എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും ഞങ്ങള് വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് ഒരു വീട്ടിലെ 2 സഹോദരങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നതിന്റെ പേരിൽ അയാൾ സഹോദരനല്ലാതെയാകുന്നില്ല. അയാളുടെ വിജയമല്ലാതെ മറ്റൊന്നും നമ്മൾ കാക്ഷിക്കുന്നുമില്ല. ഞങ്ങളുണ്ട്, ലീഗുണ്ട്. ഷാജിയോടും പറയുന്നത്, UDFന്റെ സാരഥി ആരാണോ ഞങ്ങളുണ്ട് കൂടെ എന്നാണ്. കഴിഞ്ഞ തവണ ഞങ്ങളൊക്കെ കൂടെയുണ്ടാകുമെന്നത് വാക്ക് മാത്രമല്ല, അതൊരു മനസ്സിന്റെ ഉറപ്പ് കൂടിയാണ്. ആ ഉറപ്പറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷാജിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.